പെരിച്ചാഴിയുടെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ, നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ലാലേട്ടനെ വളരെ ക്ലോസായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പെരിച്ചാഴിയുടെ ഒരു ഏറ്റവും വലിയൊരു എൻ്റെ ഈ സിനിമാ കരിയറിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക അനുഭവമായിട്ട് നമുക്ക് പറയാം. കാരണം നമ്മളിവിടെ ഞാൻ ലാലേട്ടൻ്റെ കൂടെ കണ്ടമാനം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലാലേട്ടനെയൊക്കെ നമുക്കടെ അടുത്ത് കിട്ടുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങൾ വളരെ കുറവായിരുന്നു. അമേരിക്കയിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ അതിശയുണ്ട്, ലാലേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകണം, ലാലേട്ടൻ റോട്ടിൻ്റെ സൈഡിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോൾ ഞാൻ ലാലേട്ടനോട് ചോദിച്ചു, ഇതൊക്കെ നാട്ടിലാണെങ്കിൽ നടക്കുമോ? അപ്പോൾ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റി എന്നുള്ളതാണ് പെരിച്ചാഴിയുടെ ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. ഒന്നത്. രണ്ട്, ലാലേട്ടനിൽ നിന്നും കുറേ കാര്യങ്ങൾ, സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമുക്ക്. കാരണം അവിടെയൊക്കെയാണ് നമ്മളൊരു ഒരു 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 നടൻ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ജസ്റ്റ് ഇത് പറയും. ഇപ്പോൾ ലാലേട്ടൻ ഒരു ദിവസം മാതാ അമൃതാനന്ദമയിനെ കാണാൻ പോകണം. പിറ്റേ ദിവസം കാലത്താണ് അമ്മേനെ കാണാൻ വേണ്ടി പോകേണ്ടത്. അദ്ദേഹം തലേ ദിവസം ആ പ്രോഗ്രാം പറഞ്ഞു, ഞാൻ എന്നെ കാലത്തൊന്ന് വിടണം. അപ്പോൾ അന്ന് വൈകിട്ട് പെട്ടെന്ന് നമുക്ക് ആ ലൊക്കേഷൻ കിട്ടണം, കാലത്ത് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെയൊക്കെ സ്വഭാവമാണെങ്കിൽ ഞാൻ അത് പറ്റില്ല, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, നിങ്ങൾ ലൊക്കേഷൻ കിട്ടാത്ത നിങ്ങളുടെ കാര്യം എന്ന് പറയും. അത് ലാലേട്ടൻ ഉടനെ തന്നെ, ലാലേട്ടൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ലാലേട്ടൻ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങോട്ട് മാറി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. അപ്പോൾ ലാലേട്ടന് പോകാനായിട്ട് ലാലേട്ടൻ അതേ മോനെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ഒന്നിട്ടും പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വിജയബാബുവിൻ്റെ അടുത്ത് പറഞ്ഞ് വിജയബാബുവിനെ കൊണ്ട് ഡയറക്ടറുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യിച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ ലാലേട്ടൻ ഇല്ല എന്ന് പറഞ്ഞ് തീരുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സിനിമ എന്നും പറഞ്ഞ് ഇവിടെ വരുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം മുൻഗണന, നമ്മൾ അതിനായിരിക്കണം. അപ്പോൾ അതൊരു വലിയൊരു പാഠമായി. ഇപ്പോൾ നമുക്ക് ശേഷം വരുന്ന തലമുറ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളടക്കം കൂട്ടിക്കോ, അവരുടേതായ കാര്യത്തിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സിനിമ എന്നുള്ള സാധനം വിട്ടിട്ട് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ക്രിസ്മസിന് വർക്ക് ചെയ്യില്ല, ഓണത്തിന് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോകണം, വൈഫിൻ്റെ ഇതിനും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഒരു വലിയൊരു സംഭവം. ഞാൻ അന്നിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. കാരണം ഇദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയുടെ മെയിൻ ഹെഡ് ആണ് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറയാനായിട്ട് ഇതാണ്, അത് നമ്മൾ കുറേ മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം എന്താണ് ചേട്ടൻ്റെ ക്യാരക്ടർ? പെരിച്ചാഴിയിൽ ജബ്ബാർ പൊറ്റക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എല്ലാമാണ്. കാരണം ലാലേട്ടൻ്റെ 2 സുഹൃത്തുക്കളാണ് ഈ ജബ്ബാർ പൊറ്റക്കുഴിയും അജു ചെയ്യുന്ന വർക്കിയും. വർക്കിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ കൂട്ടി വായിക്കാനും സംസാരിക്കാനൊക്കെ അറിയാം. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല, അദ്ദേഹത്തിന് ഈ കാണുന്ന രൂപം മാത്രമേ ഉള്ളൂ, മണ്ടത്തരമാണ് മൊത്തം. അതെ. പക്ഷേ ഇവർ 3 പേരും കൂടിയാണ് ഈ വലിയൊരു സംഭവത്തിന് അമേരിക്കയിൽ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമറായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജബ്ബാറിൻ്റേതായ പറ്റുന്ന കുറേ ഒക്കെ സംഭവങ്ങളാണ്. എന്തായാലും ഈ ഓണത്തിന് ഇതൊരു എന്താ പറയുക, ഒരു മോഹൻലാൽ വിഭവങ്ങളടങ്ങിയ ഒരു സദ്യയായിരിക്കും പെരിച്ചാഴി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ കുറേ സംഭവങ്ങൾ പിന്നെ വെച്ചാൽ നമ്മൾ കുറേ നാളെ ലാലേട്ടൻ അങ്ങനെയൊക്കെ ഒരു ഹ്യൂമറായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് കണ്ടിട്ട്. കാരണം ലാലേട്ടൻ ഇങ്ങനെ മീശ വിരിച്ചു പോയി അടി ബഹളം കഴിഞ്ഞ് ഫാമിലി മാനായി തിരിച്ച് നമ്മൾ ആ കിലുക്കമലെ ചിത്രം അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ലാലേട്ടൻ്റെ ഫാൻസായ ഞാനടക്കം ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. മറ്റ് ക്രൂവിനെ പറ്റി ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് വിജയബാബു, സാൻഡ്ര തോമസ്, നല്ലൊരു പ്രൊഡക്ഷൻ ടീമാണ്. പുതിയ ഡയറക്ടറാണ് അരുൺ വൈദ്യനാഥൻ. പുതിയ ഡയറക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആകെ നമ്മുടെ മലയാളം ലാംഗ്വേജ് കടിച്ചാൽ പൊട്ടാത്ത ഭാഷ മാത്രം പിടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പറയുമ്പോൾ പുള്ളി കൂടി എന്നെ ചൊല്ലിയാച്ച് അപ്പടി അങ്ങനെ വന്നിട്ട് ചോദിച്ച് അത് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതേസമയം മറ്റുള്ള ടെക്നിക്കൽ സൈഡെല്ലാം അദ്ദേഹം ഭയങ്കര എന്താ പറയുക, ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള ഒരാളാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞങ്ങളുടെ കൂടെ അവിടെ വർക്ക് ചെയ്ത മൊത്തം ക്രൂസ് എല്ലാവരും മിക്കവാറും ഈ ഹോളിവുഡ് മൂവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ കുണാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെയ്ത ആൾ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇംഗ്ലീഷ് ക്രൂസാണ് മൊത്തം. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ് അധികം പേരും. അപ്പോൾ അങ്ങനെ നമുക്ക് അവരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഇംഗ്ലീഷുകാർ സിനിമ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഹോളിവുഡിൽ എങ്ങനെയാണ് സിനിമ, അത് വലിയൊരു സംഭവമാണ്. കാരണം എന്നെ പോലുള്ള ഒരു ചെറിയ ഡയറക്ടർക്ക്, അല്ലെങ്കിൽ നമ്മളും സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് ഞാൻ ആ രീതിയും കൂടി ഒന്ന് അവിടെ പോയിട്ടൊന്ന് പഠിക്കാൻ പറ്റി. അതാണ് മറ്റൊരു അമേരിക്ക യാത്ര കൊണ്ടുള്ളവരുണ്ടായ ഗുണം.
ഓണത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് വിജയ് ബാബു സാന്ദ്ര. തീർച്ചയായിട്ടും വിജയ് ബാബു സാന്ദ്ര അല്ലെങ്കിൽ പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമ ഇല്ലല്ലോ. കാരണം ഇത്രയും ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു പടം വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ വെച്ചിട്ടുള്ള ഇത്രയും വലിയൊരു അമേരിക്കയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ പോലെ നിസ്സാര കാര്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം ഈ അമേരിക്ക നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാന്ന് പറയും. ഉൾട്ടാണ് എല്ലാ കാര്യം. ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകൽ. നമ്മളിവിടെ സ്വിച്ച് താഴേക്ക് ഇടുമ്പോൾ അവർ സ്വിച്ച് മുകളിലേക്ക് ഇടുന്നു. നമ്മളിവിടെ വലത്തേക്കൂടി ഓടിക്കുമ്പോൾ അവർ ഇടത്തേക്കൂടി ഓടിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്ക് ഇതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ചിലവ് ചുരുങ്ങിയ പടം ഉണ്ടാക്കുമ്പോൾ അവരുടെ ഏറ്റവും മാക്സിമം എങ്ങനെ ചിലവ് കൂട്ടാം എന്നാണ് അവരുടെ ചിന്ത. ഇപ്പോൾ പറയാൻ കാരണം വിജയ് ബാബു സാന്ദ്ര അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ അവിടെ തീർത്ത് പോരാൻ പറ്റില്ല. കാരണം അവർ ഷൂട്ട് ചെയ്യുന്നത് അവരുടെ എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ക്രൂ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഹോളിവുഡ് മൂവി വരുന്നത്, അതേ രീതിയിലാണ്. നമ്മളൊക്കെ നോക്കിയപ്പോൾ ക്യാരവണിൻ്റെയൊക്കെ പെരും മഴ ഇങ്ങനെ കിടക്കണം. ക്യാരവൺ ഞാൻ സാന്ദ്ര വിജയ് ഇത് എന്ത് ഇത്രപ്പെടുത്ത ക്യാരവൺ ഞങ്ങളും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവരങ്ങനെ വർക്ക് ചെയ്യാൻ റെഡിയല്ല. അതുപോലെ തന്നെ ഇവിടേക്ക് ഇപ്പം നമ്മളൊരു ചായ ചോദിച്ചാലല്ലേ ചായ വരുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം. അവിടെ അങ്ങനെയല്ല. അവിടെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. അവിടെ എല്ലാം ഉണ്ട്. കാഷ്യൂ നട്ട്സ്, പിസ്ത, ബദാം, ജ്യൂസ് എന്ന് കംപ്ലീറ്റ് സാധനം. അപ്പോൾ അവരുടെ ഒരു വേ ഓഫ് വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യും കഴിക്കും, അല്ലാണ്ട് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സംഭവമില്ല. ഞാനും സാന്ദ്രയും വിജയുമായിട്ട് ഏറ്റവും കൂടുതൽ അടിയുണ്ടായിരിക്കുന്ന കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. നമുക്കെന്താ വെച്ചാൽ നമ്മൾ കാലത്ത് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കണം, വൈകിട്ട് ഡിന്നർ കഴിക്കണം. അത് മസ്റ്റാണ് നമുക്ക്. ഇനി ഇതിൻ്റെ ഇടയിൽ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. അവരുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 12 മണിക്കാണ് അന്നത്തെ കോൾ ഷീറ്റ് വർക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ ആ 12 മണിക്ക് കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് 8 മണിക്കൂറാണ് അവർ വർക്കിംഗ് ടൈം. അത് കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ ലഞ്ച്. അപ്പോൾ 12 മണിക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോൾ 4 മണിക്കാണ് അവരുടെ ലഞ്ച്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് 8 മണിക്ക് വീണ്ടും അവരുടെ അതിൻ്റെ ഇടയിൽ അങ്ങനെ പോകുന്നതാണ്. അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാലത്ത് 8 മണിക്ക് കഴിക്കണം, ലഞ്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രശ്നമായി. അതിലും വേറൊരു മോഹൻലാൽ ഗുണപാഠമുണ്ട്. ഞങ്ങളിങ്ങനെ വിശന്നിരിക്കുക ഉച്ചയ്ക്ക്. അപ്പോൾ 2 ടൈപ്പ് ഫുഡുണ്ട്. ഇന്ത്യൻ ഫുഡും ഉണ്ട്, അവരുടെ അമേരിക്കൻ ഫുഡും ഉണ്ട്. ഞാനൊക്കെ ഇന്ത്യൻ ഫുഡിൽ നിന്ന് അമേരിക്കൻ ഫുഡിലേക്ക് മാറി. കാരണം ഇന്ത്യൻ ഫുഡ് നമുക്ക് ശരിയാവണം, അവിടുത്തെ ഓയിലും ഒക്കെ വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് ഫുഡ് വന്നു. ഇവിടെയൊക്കെ ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിച്ച് നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ ലാലേട്ടൻ അവിടെ ഇപ്പോൾ ഉണ്ട്. ഞാൻ പോയിട്ട് വിശന്നിട്ട് ഞാൻ ആ മാനേജറോട് പറഞ്ഞ് മെസ്സയ്യ അത് അവിടുത്തെ അമേരിക്കാരനാണ്, വിശന്നിട്ട് ഫുഡ് പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല, ഇവിടെ ആൾ പറഞ്ഞാലേ പൊട്ടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇനി അയാൾ പറഞ്ഞിട്ട് വരെ നോക്കിക്കാൻ നമുക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് പോകണം. അവർ എന്ത് ചെയ്താൽ പൊട്ടിച്ചില്ല. പിന്നെ ഞാനും അങ്ങേരും തമ്മിൽ ഇതായി. അവർ പ്രൊഡ്യൂസർ പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർക്ക് അവരുടേതായ നിയമമുണ്ട്. അവരുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് AD. അതായത് നമ്മുടെ ഡയറക്ടർ എന്ന് വെച്ചാൽ മോണിറ്ററുടെ മുമ്പിൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് മറ്റുള്ള കാര്യങ്ങൾ ആ ഫീൽഡിലെ മൊത്തം ചാർജും അവർ അസോസിയേറ്റ് ഡയറക്ടർക്കാണ്. അയാൾ പറഞ്ഞാലാണ് അവരുടെ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഭക്ഷണമായിരുന്നു അവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സിനിമയുടെ ടാഗ് ലൈൻ പറയുന്നത് തന്നെ ഓണത്തിന് എന്താണ് പരിപാടി? ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഓണത്തിന് കുടുംബമായിട്ട് ഞാൻ 2 വർഷമായിട്ട് ചെന്നൈയിലായിരുന്നു എൻ്റെ ഓണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാണിയോട് പറഞ്ഞു, കാരണം ചെന്നൈ ഓണം എന്താണ് എനിക്ക് അവിടെ സൂഹിക്കാനുള്ളത് വേറെ ഒന്നുമല്ല. ഈ അയൽവക്കത്തൊന്നും ഓണം ഇല്ലെങ്കിൽ നമ്മുടെ ഓണത്തിനൊരു വിലയില്ല. ശരിയല്ലേ? മറ്റേത് നമ്മൾ മാത്രം ഓണം ആഘോഷിക്കുന്നു, നമ്മൾ മാത്രം പുതിയ ഡ്രസ്സ് ഇടുന്നു, നമ്മുടെ കുട്ടികൾ പുതിയ ഡ്രസ്സ് ഇടുന്നു, നമ്മൾ പടക്കം പൊട്ടിക്കുന്നു. ഈ പടക്കം പൊട്ടിക്കുമ്പോൾ അയൽവക്കത്തുള്ളവൻ എന്തോ കൊള്ളരുതായ്മ ചെയ്ത പോലെ എന്ന് പറഞ്ഞ് നോക്കുന്നു. അതിലെന്തൊരു കാര്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ ഒരു സുഖം. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഓണം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുക എന്ന് വെച്ചിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടമായിട്ടൊരാൾ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും വന്ന് എന്നാലേ ഓണമുള്ളൂ. ഒരു കൂട്ടമായിട്ടൊരാളുണ്ടെങ്കിലാണ് ഓണമുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം അതോടൊപ്പം ഓണത്തിന് മറ്റൊരു സംഭവമാണ് പെരിച്ചാഴി. അതും ഒരു എന്താ പറയുക ഈ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് ഇപ്പോൾ ഇത്രയധികം സന്തോഷങ്ങളുണ്ടെങ്കിലും ചെറിയൊരു ദുഃഖമുണ്ട്. അത് എനിക്കും ഇത് കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം. കാരണം 12-ാം തീയതി നമ്മുടെ വർഷങ്ങളായിട്ട് നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലുണ്ടായിരുന്ന ഒരു സ്ഥാപനം നിർത്താൻ പോവുകയാണെന്ന് ഗവൺമെൻറ് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തോടു കൂടി നമുക്ക് ഈ ഓണം ആഘോഷിക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെയൊക്കെ മനസ്സ് മാറും. 12-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് ഉണ്ടാകും.